അടുത്തതായിട്ട് 463 നാമം. ജിതക്രോധ. ഭഗവാന്റെ വേറൊരു പേരാണ്, ഭഗവാന്റെ ഒരു നാമമാണ് ജിതക്രോധ. ക്രോധത്തെ ജയിച്ചവൻ എന്നാണ് ഇതിനർത്ഥം. ഭാഷകാരൻ പറയുന്നു, ക്രോധം തുടങ്ങിയവയെ ജയിച്ചവൻ ആയതിനാൽ ജിതക്രോധ എന്ന് നാമം. സാധാരണ അർത്ഥമാണ് പറയുന്നത്. ക്രോധം തുടങ്ങിയവയെ ജയിച്ചവനാണ് ഭഗവാൻ. ഈ നിവൃത്തി മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലോകത്ത് ഇടപെടുന്ന സമയത്താണ് ക്രോധം ഉണ്ടാവുന്നത്. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹിക്കുന്നത് കിട്ടാതാകുമ്പോഴാണ് നമുക്ക് ക്രോധം ഉണ്ടാവുക. ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനെ വേണം എന്ന് ഉള്ള ചിന്തയാണ്. അത് നമ്മൾ നിവൃത്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും മുഴുവൻ തന്നിൽ ആണ് നിലനിർത്തിയിരിക്കുന്നത്. അകത്തേക്ക് ഉൾവലിച്ച് ആണ് നിലനിൽക്കുന്നത്. ഈ രണ്ട് മാർഗങ്ങളും, പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം എന്നുള്ളത്, ഈ നിവൃത്തി മാർഗം എന്നത് ഈ പ്രപഞ്ചത്തിനോടുള്ള ഒരു നിന്ദയിൽ നിന്നും വരുന്നതല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നതിൽ നിന്നുള്ള ഒരു ഘൃണയിൽ നിന്നും ഒരു നിന്ദയിൽ നിന്നും ഒന്നും വരുന്നതല്ല. അത് സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് നമ്മൾ കാണുന്ന ലോകത്തിനേക്കാൾ ആനന്ദകരമായിട്ടുള്ള വേറെന്തോ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും വരുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ തൻ്റെ അകത്തേക്ക് ഉൾവലിച്ച് സാധനയെ അനുഷ്ഠിക്കുക, ഈശ്വരനെ തേടുക എന്നുള്ളത്. അത് ശരിക്ക് അങ്ങനെ തേടുന്നവർക്ക് ഈ പ്രപഞ്ചത്തിലെ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടാവില്ല. മമത ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രത്യേക വിഷയത്തോട് ക്രോധവും ഉണ്ടാവില്ല. ഇത് ഈ ലോകത്തുള്ള വിഷയങ്ങളോടുള്ള നേരത്തെ പറഞ്ഞതുപോലെ നിന്ദയോ ഒന്നുമല്ല. ഇവർ വിചാരിച്ചാൽ ഈ ലോകത്തിലുള്ള ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള വിഷയത്തിനേക്കാൾ മികച്ച ഒന്നിനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നരനാരായണന്മാരുടെ പ്രസിദ്ധമായിട്ടുള്ള കഥ. ഈ നരനാരായണന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി, അവരെ മോഹിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ അപ്സരസുകളെ വിടുകയാണ്. തിലോത്തമ, രംഭ തുടങ്ങിയിട്ടുള്ള അതീവ സുന്ദരിമാരായിട്ടുള്ള അപ്സരസ്. ഈ പ്രപഞ്ചത്തിലെ തന്നെ സുന്ദരിമാരിൽ വെച്ച് ഏറ്റവും സുന്ദരികളായിട്ടുള്ള അവരെക്കാൾ ഈ ലോകത്തുള്ള നമ്മൾ കാണുന്ന സുന്ദരികളെക്കാൾ സുന്ദരികളാണ് ദേവകന്യകൾ, അപ്സരസുകൾ. അവരെ വിടുകയാണ് നരനാരായണന്മാരെ വശീകരിക്കാൻ. നിവൃത്തി മാർഗത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. അങ്ങനെ ഇവർ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഈ അതിമനോഹരികളായിട്ടുള്ള സ്ത്രീകൾ സംഗീതവും നൃത്തവും വാദ്യവും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ നൃത്തമൊക്കെ ചെയ്ത് വളരെ വശ്യമായിട്ട് ഇവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇവർക്ക് ഈ തപസ് ചെയ്യുന്ന ഇവർക്ക് മനസ്സിലാവുകയാണ്, ഇത് ഞങ്ങളെ വശീകരിക്കാൻ കൊണ്ടുവന്നതാണ്, ദേവേന്ദ്രൻ വിട്ടതാണ് എന്ന് മനസ്സിലാവുകയാണ്. അവർ ഇത് കാണുന്ന നാരായണൻ തൊടയിൽ ചെറുതായിട്ടൊന്ന് തട്ടും. അങ്ങനെ തട്ടുന്ന സമയത്ത് നാരായണൻ്റെ തൊടയിൽ നിന്ന് ഈ കൂട്ടത്തിൽ ഈ അപ്സരസുമാരെക്കാൾ 10 മടങ്ങ് സുന്ദരിയായിട്ടുള്ള വേറൊരു അപ്സരസ് ഉണ്ടാവുകയാണ്. അതാണ് ഉർവശി. ഊരുവിൽ നിന്നും, തൊടയിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് അതിന് ഉർവശി എന്ന് പറയുന്നത്. ഉർവശിയാണ് ഏറ്റവും സുന്ദരിയായിട്ടുള്ള അപ്സര സ്ത്രീ. അപ്പോൾ ഈ തപസ് ചെയ്യുന്നവർക്ക് വേണം എന്നുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള മനോഹരമായിട്ടുള്ളതും ആസ്വാദ്യകരമായിട്ടുള്ളതിനെ സ്വയം ആയിട്ടുള്ളതിനെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ഇവരത്രയും കഴിവ് ഉള്ളവരാണ്. അങ്ങനെ പക്ഷേ ഇതിനേക്കാൾ ഇത് അല്പമായിട്ടുള്ളതാണ് എന്നും അനല്പമായിട്ടുള്ള എന്തോ ഒരു ആനന്ദമുണ്ട് എന്നും കണ്ട് അതിനെ അറിയാൻ വേണ്ടി തപസ് ചെയ്യുന്നവരാണ് നിവൃത്തി മാർഗത്തിൽ ചെയ്യുന്നവർ. അങ്ങനെ നിവൃത്തി മാർഗത്തിലിരിക്കുന്ന ആ
യോഗികളുടെ പരമയോഗിയാണ് ഭഗവാൻ. ആ യോഗികളിൽ വെച്ച് പരമയോഗിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ജിതക്രോധ, ക്രോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തോട് മമത വേണം. ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷയത്തോട് മമതയില്ല. അതുകൊണ്ട് തന്നെ അതിനെ തൻ്റേതാക്കണം എന്നുള്ള ആഗ്രഹമില്ല, തൻ്റേതാവാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ക്രോധവും ഇല്ല. അതുകൊണ്ട് ഭഗവാൻ ക്രോധത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് ജിതക്രോധ എന്ന് നാമം. 457 നാമം മുതൽ 463 നാമം വരെ നിവൃത്തി മാർഗത്തിൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള നരനാരായണന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അത് നരനാരായണന്മാർ എന്ന് പറയുന്നത് സത്യത്തിൽ ഭഗവാന്റെ 2 രൂപങ്ങളാണ്. ഭഗവാൻ തന്നെയാണ് ഈ നരനാരായണന്മാരായിട്ട് വന്നിട്ടുള്ളത്, നരനും നാരായണനും. അപ്പോൾ നരനാരായണന്മാരെ കുറിച്ച് ആണ് ഭാഷ്യകാരൻ ഈ 457 മുതൽ 463 നാമം വരെ പറഞ്ഞത്. അത് നിവൃത്തി മാർഗത്തിൻ്റെ പ്രണേതാക്കളാണ്. നിവൃത്തി മാർഗത്തെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്നവരാണ്, അതിൻ്റെ ഗുരുക്കന്മാരാണ്. അതിനുശേഷം ഇതേ നാമങ്ങൾ, ഈ നാമങ്ങൾ കൊണ്ട് തന്നെ ഭാഷ്യകാരൻ വേറൊരു രീതിയിൽ വ്യാഖ്യാനം പറയുന്നുണ്ട്. ഇത് പറഞ്ഞത് നിവൃത്തി മാർഗത്തിൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള നരനാരായണന്മാരെ കുറിച്ചാണെങ്കിൽ അമൃതാപഹരണത്തെക്കുറിച്ചും അമൃതമഥനത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് ഈ 7 നാമങ്ങളെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. 457 മുതൽ 463 വരെയുള്ള നാമങ്ങൾ. അത് നരനാരായണന്മാരെ കുറിച്ചായിരുന്നു. അതൊരു തരത്തിലുള്ള വ്യാഖ്യാനം. വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് അമൃതമഥനത്തെക്കുറിച്ച്. അമൃതമഥനത്തിൽ ഭഗവാന്റെ പലതരത്തിലുള്ള പ്രവൃത്തികളെ പുകഴ്ത്തിക്കൊണ്ട് ഭാഷ്യകാരൻ എഴുതിയിട്ടുള്ള, ഭഗവാനുമായിട്ട് ഈ നാമങ്ങൾ ബന്ധിപ്പിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ 487 നാമം ആയിട്ടുള്ള സുമുഖ, കാണാൻ സുന്ദരനായിരിക്കുന്നവൻ. ഭാഷ്യകാരൻ പറയുന്നു, ആനന്ദാമൃത സമ്പൂർണമായ കലശാകൃതി രൂപം കൈകളിൽ വിരാജിച്ചിരിക്കുന്നവനും ഇന്ദുവിൻ്റെ കാന്തിയോടുകൂടിയ വദനത്തോടു കൂടിയവനുമാണ് ഭഗവാൻ. അതിനാൽ ഭഗവാന് സുമുഖ എന്ന് നാമം. ആനന്ദാമൃത സമ്പൂർണ വദനേന ഇന്ദുകാന്തിന കലശാകൃതി രൂപേണ കരസ്ഥേന വിരാജിതം ഇതി സുമുഖ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അമൃതമഥനം നടന്നത്? അത് അമൃതിന് വേണ്ടിയിട്ടാണ്. അമൃത് ഏറ്റവും അവസാനമാണ് ഉത്ഭവിക്കുന്നത്. അമൃത് ഒരു അമൃതകലശമായിട്ട് ഉത്ഭവിക്കുകയാണ്. ഈ അമൃതകലശം കയ്യിൽ പിടിച്ചിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ധന്വന്തരി. അപ്പോൾ ആ ധന്വന്തരി ദേവൻ ഈ അമൃതകലശത്തോടു കൂടി പൊങ്ങി വരുന്നത് മനോഹരമായിട്ടാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആനന്ദാമൃത സമ്പൂർണമായ കലശാകൃതി രൂപം. അമൃതം എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ സമ്പൂർണ്ണ രൂപമാണ്. അമൃത് കഴിച്ചാൽ അമരത്വം ഉണ്ടാകും, അതോടുകൂടി ആനന്ദവും ഉണ്ടാകും. അങ്ങനെ ആകുന്ന അമൃത് കൊണ്ട് സമ്പൂർണമായിട്ടുള്ള കലശത്തിൻ്റെ രൂപത്തോടു കൂടി, ആ കലശത്തിൻ്റെ രൂപം കൈകളിൽ വിരാജിച്ചിരിക്കുന്നവനും, കൈകളിൽ മനോഹരമായിട്ട് പ്രകാശിച്ചിരിക്കുന്നവനും ഇന്ദുവിൻ്റെ കാന്തിയോടുകൂടിയ വദനത്തോടു കൂടിയവനുമാണ് ഭഗവാൻ. ആ ധന്വന്തരി ദേവനെ ആണ് പറയുന്നത്. ഇന്ദുവിൻ്റെ കാന്തിയോട് കൂടിയിട്ടുള്ള, ചന്ദ്രനോട് സമമായിട്ടുള്ള പ്രകാശത്തോടു കൂടിയ മനോഹര രൂപത്തോടു കൂടിയ ഭഗവാൻ. അപ്പം കലശം എന്ന് പറയുന്ന കലശാകൃതിയായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്. ആ കലശത്തിൽ പൂർണ്ണമായിരിക്കുന്ന അമൃത് എന്ന് പറയുന്നതും ഭഗവത് സ്വരൂപം തന്നെയാണ്. അപ്പോൾ ആ കലശത്തിലിരിക്കുന്ന അമൃതും ആ കലശം പിടിച്ചിട്ടുള്ള ധന്വന്തരിയും, ഈ 3 ഭഗവത് സ്വരൂപങ്ങളാണ്. അത് മനോഹരങ്ങളാണ്. അത്
കാണാൻ വളരെ സന്തോഷപ്രദമാണ്, ആനന്ദപ്രദമാണ്. അങ്ങനെ ആനന്ദപ്രദമായിട്ടുള്ള മുഖത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ സുമുഖ എന്ന് നാമം. ഇനി സൂക്ഷ്മ. തൻ്റെ ഗൂഢമായ ലക്ഷ്യം അസുരന്മാരിൽ നിന്നും മറയ്ക്കപ്പെട്ടവനാകയാൽ സൂക്ഷ്മ എന്ന് നാമം. സൂക്ഷ്മമാണ് ഭഗവാന്റെ ഉദ്ദേശം. ഈ അമൃതമഥനം എന്ന് പറയുന്ന മുഴുവൻ പ്രക്രിയയും ഭഗവാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അവർ ദേവാസുരന്മാരെ അപ്പുറത്തും നിന്നിട്ട് അവർ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ പോലും ഈ രണ്ട് വശത്തും നിൽക്കുന്നതും ഈ പർവ്വതമായിട്ടും ആ പർവ്വതത്തെ കടയുന്ന കടകോലായിട്ടുള്ള സർപ്പമായിട്ടും ഒക്കെ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് അമൃത് എന്ന് പറയുന്നത് ദേവന്മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഈ ദേവന്മാർക്ക് അമൃത് ലഭിച്ചാൽ അവർ നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നിസ്വാർത്ഥരായിട്ടുള്ള ആളുകൾക്കാണ് അമൃത് കൊടുക്കേണ്ടത്. അസുരന്മാർക്ക് കിട്ടിയാൽ, അസുരന്മാർ സ്വാർത്ഥരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, അവർക്ക് അത് തീർച്ചും വിധ്വംസകപ്രദമായിത്തീരും. അതുകൊണ്ട് അസുരന്മാർക്ക് അമൃത് കൊടുക്കാൻ ഭഗവാന് ആദ്യം തന്നെ ഉദ്ദേശം ഇല്ല. അത് പക്ഷേ ഗൂഢമായിട്ട് അത് ഭഗവാന് മാത്രം അറിയുന്ന ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ലക്ഷ്യത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മ എന്ന് നാമം. ഇനി സുഘോഷ, 459 നാമം. സുഘോഷ, നല്ല രീതിയിലുള്ള ഘോഷത്തോടു കൂടിയവൻ. ദേവാസുരന്മാരാലും പുകഴ്ത്തപ്പെട്ട അത്ഭുതകരമായ അമൃതമഥനത്തിന് കാരണം ആയതിനാൽ സുഘോഷ എന്ന് നാമം. അമൃതമഥനം എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ്, അത്ഭുതമാണത്. അതിന് ചുക്കാൻ പിടിച്ചത് ഭഗവാനാണ്. അങ്ങനെ ഈ സംഭവങ്ങൾക്കെല്ലാത്തിനും ശേഷം ദേവന്മാർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇത് ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. അപ്പോൾ ഇത്തരം അത്ഭുതകരമായ പ്രവൃത്തി ഭഗവാൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ ആ ഒരു ശ്രേഷ്ഠതയിൽ, ആ കഴിവിൽ, ആ സ്കില്ലിൽ ഇവർ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ ഭഗവാനെ ഇവർ സ്തുതിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഘോഷിക്കപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ എന്നുള്ളത് കൊണ്ട്, ദേവന്മാരാൽ നല്ല രീതിയിൽ ഘോഷിക്കപ്പെട്ടവൻ എന്നുള്ളത് കൊണ്ട് സുഘോഷ എന്ന് നാമം. ഇനി 460 നാമം. സുഖദഹ, സുഖം ദദാതി, സുഖത്തെ കൊടുക്കുന്നവൻ. അമൃതദാനം തുടങ്ങിയതിനാൽ ദേവന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നു എന്നതിനാൽ സുഖദ എന്ന നാമം. അമൃതദാനം തുടങ്ങിയുള്ള പ്രവൃത്തികളാൽ ദേവന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നു. ദേവന്മാർ സുഖിച്ചാൽ ഈ ലോകം മുഴുവൻ സുഖിക്കും. ദേവന്മാരുടെ സുഖമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സുഖമാണ്. ദേവന്മാർക്ക് അവരവരുടേതായിട്ടുള്ള ജോലിയില്ല. അവരെന്ത് ചെയ്യുന്നതും ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അമൃതദാനം തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട്, അമൃതദാനം എന്ന് പറയുന്നത് അവസാനത്തെയാണ്, തുടങ്ങി അമൃതമഥനം, ആ അമൃതമഥനത്തിൻ്റെ ഇടയിലുണ്ടായ അതിൽ ആവിർഭവിച്ച പല വിഷയങ്ങൾ, അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന, ആ പ്രവൃത്തിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ദേവന്മാർക്ക് ആനന്ദദായകം ആയിരുന്നു. അങ്ങനെ ആ ദേവന്മാർക്ക് സുഖത്തെ, അങ്ങനെ അവസാനം അമൃതും കൊടുത്തു. അങ്ങനെ അത് അമൃതദാനം വരെയുള്ള ആ പ്രവൃത്തികളെ കൊണ്ട് ദേവന്മാർക്ക് സുഖത്തെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഭഗവാന് സുഖദ എന്ന് നാമം. ഇനി 461 നാമം സുഹൃത്ത്. അതിന് കാരണം ഭഗവാൻ അവരുടെ സുഹൃത്തായതിനാൽ ആണ് എന്നതിനാൽ സുഹൃത്ത് എന്ന് നാമം. എന്തിന്? സുഖദ, സുഖം കൊടുക്കാൻ കാരണം. ഈ അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം, അതായത് ഇത് ദേവന്മാർക്ക് മാത്രം ആയിക്കൊണ്ട് അമൃത് കൊടുക്കാനായിരുന്നു ആദ്യം മുതൽക്കേ ഭഗവാന്റെ ലക്ഷ്യം.
അതിന് അത്ഭുതകരമായിട്ടുള്ള ഈ പ്രവൃത്തി, അമൃതമഥനം എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് സുഖം കൊടുത്തു, ദേവന്മാർക്ക് സുഖത്തെ കൊടുത്തു. ഇതിനൊക്കെ കാരണം എന്താണ്? ഭഗവാൻ ഇവരുടെ സുഹൃത്ത് ആയതുകൊണ്ടാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. അതാണ് ഉത്തമ സുഹൃത്തിൻ്റെ ലക്ഷണം. ഭഗവാൻ ഉത്തമ സുഹൃത്താണ്. അതുകൊണ്ട് ഭഗവാന് സുഹൃത്ത് എന്ന് നാമം. ഇനി മനോഹര. അസുരന്മാരെ മോഹിപ്പിക്കുന്ന രൂപം ഉള്ളവനായതുകൊണ്ട് മനോഹര എന്ന് നാമം. അതായത് അസുരന്മാരെയും കൂടെ മോഹിപ്പിച്ചു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് അങ്ങനെയുള്ളൊരു രൂപമാണ് ഭഗവാൻ അവസാനം എടുത്ത മോഹിനി രൂപം. ഈ മോഹിനി രൂപത്തിൽ മുഗ്ധരായിത്തീരുന്നു എല്ലാ അസുരന്മാരും. അങ്ങനെയുള്ള രൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട്, മോഹിനി രൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് മനോഹര. ഇവിടെ അസുരന്മാരുടെയും മനസ്സിനെ ഹരിച്ചവൻ എന്നാണ് അർത്ഥം. തുടർന്ന് പറയുന്നു, ത്രൈലോക്യ വിസ്മയകരം കാന്താകൃതിധരം സ്മരേത്. ഭഗവാന്റെ ധ്യാനിക്കുന്ന രൂപത്തെ പറയുകയാണ്. ഈ 3 ലോകങ്ങളെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായ രൂപമുള്ളവനായി ആ ഭഗവാനെ ധ്യാനിക്കണം. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷയത്തെ എടുത്താൽ അതിലും മനോഹരമായിരിക്കും ഭഗവാൻ. ഏറ്റവും മനോഹരമായത്, ഒരു മനോഹരമായിട്ടുള്ള ഒരു വസ്തു നമ്മുടെ മുമ്പിൽ കണ്ടാൽ അത് ഭഗവത് സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം ഏറ്റവും മനോഹരനാണ് ഭഗവാൻ. അതുകൊണ്ട് മനോഹര എന്ന് നാമം. ഇനി 463 നാമം ജിതക്രോധ. ഇപ്രകാരം ഭഗവാന്റെ സൗന്ദര്യം കണ്ടു വിസ്മിതരായ അസുരന്മാരുടെ കോപത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിച്ചതിനാൽ ജിതക്രോധ എന്ന് നാമം. ക്രോധത്തെ ജയിച്ചവൻ. ഇവിടെ ക്രോധത്തെ ജയിച്ചവൻ എന്നുള്ളത് ഇവിടെ അസുരന്മാരുടെ ക്രോധത്തെ ജയിച്ചവൻ എന്നാണ് ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അതായത് ഭഗവാൻ മനോഹരനാണ്. മോഹിനി രൂപം പൂണ്ട് ഈ അസുരന്മാരെ മുഴുവൻ മോഹിപ്പിച്ചു, അതിമനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടി. അങ്ങനെ മോഹിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ ദേവന്മാർ തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ള ചിന്ത കൊണ്ടുണ്ടാകുന്ന ക്രോധം അവരിൽ വല്ലാതെ അണപൊട്ടി ഒഴുകി. പക്ഷേ ഈ അണപൊട്ടി ഒഴുകുന്ന സമയത്ത് ഭഗവാനെ കണ്ടു. മനോഹരമായിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ മോഹിനി രൂപത്തെ കണ്ടു. അതോടുകൂടി ഇവരാകെ സ്തബ്ധരായി. ഇവരാ ക്രോധം മുഴുവൻ അവരും മറന്നുപോയി. അതോടുകൂടി അങ്ങനെ ആ അസുരന്മാരുടെ ക്രോധത്തെ ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ജിതക്രോധ എന്ന് നാമം. ഇനി 464 നാമം വീരബാഹു. ഭഗവാന്റെ കൈകളെ കുറിച്ച് പറയാണ്. വീരമായിട്ടുള്ള ബാഹുക്കളോട് കൂടിയവൻ എന്നാണ് വീരബാഹു എന്നുള്ളതിൻ്റെ അർത്ഥം. ഭാഷ്യകാരൻ പറയുന്നു, പ്രകാശിക്കുന്ന കൈവളകൾ, കേയൂരം, മാല എന്നിവയോടുകൂടി താനാദ്യം എന്ന നിലയിൽ അമൃതമഥനത്തിന് നിലകൊണ്ട മനോഹരമായ 1000കണക്കിന് കൈകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ വീരബാഹു എന്ന് നാമം. ആയിരക്കണക്കിന് കൈകളാണ് ഭഗവാനുള്ളത്. അതുകൊണ്ട് ഭഗവാന് സഹസ്രബാഹു എന്നൊരു പേരുണ്ട്. അപ്പോൾ പ്രകാശിക്കുന്ന കൈവളകൾ, കേയൂരം, മാല എന്നിവയോടുകൂടി കൈകൾ അങ്ങനെയാണ്. അഹമഹമികയ താനാദ്യം എന്ന നിലയിൽ അമൃതമഥനത്തിന് നിലകൊണ്ട മനോഹരമായ 1000കണക്കിന് കൈകളോടുകൂടിയാണ്. 2 രീതിയിൽ ഇതിനർത്ഥം പറയാം. അസുരന്മാരും ദേവന്മാരും ചേർന്നാണ് അമൃതമഥനം ചെയ്തത്. ഈ അസുരന്മാരും ദേവന്മാരും അമൃത കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി 2 കൈകളും വെച്ചാണ് വളരെ ഉത്സാഹത്തോടുകൂടി ഇത് കടഞ്ഞത്. അങ്ങനെ ചെയ്ത ഓരോ കൈകളും ആ ഭഗവാന്റേതാണ് എന്നുള്ള അർത്ഥത്തിൽ വീരബാഹു എന്നുള്ള അർത്ഥം പറയാം. അതും
അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് അസുരന്മാരുടെയും ദേവന്മാരുടെയും കൈകൾ ആയിട്ട് നിലകൊള്ളുന്നവരാണ്. അസുരദേവന്മാരുടെ ഈ കൈകൾ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും കൈകൾ ഭഗവാന്റേതാണ് എന്ന് പറയുന്നത് പോലെ ദേവന്മാരുടെയും അസുരന്മാരുടെയും ദേവന്മാരുടെയും കൈകളും ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഭഗവാൻ വീരബാഹു എന്ന് നാമം. അതല്ല എങ്കിൽ ഇവിടെ സത്യത്തിൽ ആ ഒരു അമൃതമഥനം എന്ന് പറയുന്ന പ്രക്രിയയിൽ സത്യത്തിൽ എല്ലാം ഭഗവാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. വിഷ്ണു പുരാണത്തിൽ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. അസുരന്മാരുടെയും ദേവന്മാരുടെയും ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് ഭഗവാനാണ് ഇത് രണ്ടും ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചത്, മഥനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടഞ്ഞത് ഭഗവാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ അമൃതം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ്. അപ്പം ഭഗവാൻ വളരെ ഉത്സാഹശാലിയായിട്ട് രണ്ട് വശത്തും നിന്നുകൊണ്ട് തൻ്റെ 1000 കൈകൾ കൊണ്ട്, തൻ്റെ പലതരത്തിലുള്ള കൈകൾ കൊണ്ട് കടഞ്ഞു. അതുകൊണ്ട് ഭഗവാന് വീരബാഹു എന്ന് നാമം. ഇനി അടുത്ത നാമം വിദാരണ. വിദാരണ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, നശിപ്പിച്ചവൻ, വധിച്ചവൻ എന്നൊക്കെയാണ്. ഇല്ലാതാക്കിയവൻ, ഛേദിച്ചവൻ എന്നൊക്കെയാണ് വിദാരണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ് ആ സന്ദർഭം എന്നുള്ളത് നോക്കാം. തൻ്റെ ദിവ്യമായ ആയുധങ്ങളെ കൊണ്ട് രാഹു മുതലായ അസുരന്മാരെ ഛേദിച്ചു എന്നതിനാൽ വിദാരണ എന്ന് നാമം. അപ്പോൾ അവസാനം ഈ അമൃത് പങ്കുവയ്ക്കുന്ന സമയത്ത് ദേവന്മാരുടെ കൂട്ടത്തിൽ രാഹു ദേവനായിട്ട് വന്നു. അങ്ങനെ ഈ രാഹു അമൃത് ഭക്ഷിക്കുന്ന സമയത്ത് അമൃത് കൈ കൊടുത്തു, അയാളത് വായിലേക്ക് കഴിച്ചു എന്ന് കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി ഇത് അസുരനാണെന്ന്. ആ നിമിഷം ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ വിട്ട് ആ രാഹുവിനെ ശിരച്ഛേദം ചെയ്തു. അങ്ങനെ രാഹു ശിരസ് മാത്രമായിട്ട് ജീവിച്ചു. അങ്ങനെ രാഹു മുതലായിട്ടുള്ള മറ്റ് അസുരന്മാരെ, കാരണം അസുരന്മാർക്ക് അമൃത് ലഭിച്ചാൽ അവർ സ്വാർത്ഥമായിട്ടുള്ള പ്രക്രിയകൾ മാത്രമേ മുഴുകുകയുള്ളൂ. അവർക്ക് നിസ്വാർത്ഥമായിട്ടുള്ള ജോലി ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് അവർ അസുരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അത് ജഗത്തിന് തന്നെ ദോഷമായി തീരും. അപ്പം അതുകൊണ്ട് ഇത്തരം അസുരന്മാരെ ഭഗവാൻ വധിച്ചു. തൻ്റെ ദിവ്യായുധങ്ങളെ കൊണ്ട്, സുദർശനം തുടങ്ങിയിട്ടുള്ള ദിവ്യായുധങ്ങളെ കൊണ്ട് രാഹു മുതലായിട്ടുള്ള മറ്റസുരന്മാരെയും ഭഗവാൻ വധിച്ചു അല്ലെങ്കിൽ ഛേദിച്ചു എന്നതിനാൽ വിദാരണ എന്ന് നാമം. തുടർന്ന് പറയുന്നു, സമഗ്രോഗ്രഭയ വിദാരണായ ഇത് മന്ത്രവർണ്ണാത്. ഭഗവാന്റെ ഒരു മന്ത്രത്തിൻ്റെ വർണ്ണമാണ്, ഒരു മന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഉഗ്രമായ ഭയത്തെ സമഗ്രമായി നശിപ്പിക്കുന്നവനായ ഭഗവാന്. അതായത് ഉഗ്രമായിട്ടുള്ള ഭയത്തിനെ മുഴുവനായിട്ടും ഭഗവാൻ നശിപ്പിക്കും. അസുരന്മാരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളിൽ ഓരോരുത്തരിലെയും ഭയവും ഭഗവാൻ മുഴുവനായിട്ടും നശിപ്പിക്കും. അതുകൊണ്ട് ഭഗവാന് വിദാരണ എന്ന് 465 നാമം.